ഞങ്ങൾ കൂട്ടിക്കുഴച്ച് ഉണ്ടാക്കി എടുത്തു എന്നുള്ളൊരു കഥ. എന്താ പറയുക, ഇതുപോലൊരു സ്റ്റേജിലായിരുന്നു 1 വർഷം മുന്നേ നമ്മളുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സുബിനെ ഞാൻ മീറ്റ് ചെയ്തത്. ആ ദിവസം ഇന്നലെ പോലെ തന്നെ ഞാൻ ഇന്നും ഓർക്കുന്നു. മനുഷ്യനെ കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്തവരാണോ ഈ സ്ഥാനങ്ങൾ കീഴിലെത്തിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കട്ടെ. വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. നിങ്ങള് എത്തിയോ? വേഗം ഒരു സ്വാഗത പ്രസംഗം പറ എല്ലാരോടും. സൗന്ദര്യം വഴി ഒഴുകുന്ന അമ്മകന്മാരെ, എന്റെ ആരാധന. ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വിൽക്കൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. കേട്ടില്ലേ പ്രസിഡന്റ്? നിങ്ങളോട് പാട്ട് പാടാൻ ആരെങ്കിലും പറഞ്ഞോ? ഈ എഞ്ചിനീയേഴ്സിന് നല്ല മോട്ടിവേഷണൽ സ്പീച്ച് അങ്ങോട്ട് കാച്ച്. ശക്തി പോരാ. ഇതാണ് കൂവൽ. ഇങ്ങനെ കൂവാവൂ. കാരണം ഇപ്പോഴേ കൂവാൻ പറ്റൂ. പുസ്തക പുള്ളികളെ പോലെ പഠിച്ച് ഡിഗ്രി ഉണ്ടായി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം, കുതിരയാവാം എന്നൊന്നും വിചാരിക്കുന്ന നിങ്ങളൊന്നും ഒരു കുതിരാൻ കൊണ്ടില്ല. നിങ്ങളിങ്ങനെ കൂവിയാൽ മാത്രം പോരാ, ക്ലാസുകൾ കത്തിയുള്ള വിളിക്കുമ്പോൾ ഈ കോളേജ് കോമ്പൗണ്ടിലെ മര തണലുകളിലൂടെ അടനൽപ്പം പ്രേമിക്കണം. ജീവിതത്തിൽ ആഗമിച്ചുകൊണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി. എന്റെ പ്രസിഡന്റ് കലക്കി കലക്കി കലക്കി. എന്തൊരു തേജസ്, എന്തൊരു ഓജസ് അല്ലേ അല്ലേ? നമുക്ക് ബോർഡിലേക്ക് ഇനി മറ്റ് മെമ്പേഴ്സിനെ എടുക്കണം കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ എന്നുള്ളൊരു പോസ്റ്റ് ഉണ്ട്. അതിലേക്ക് ഞാനൊരു പെൺകുട്ടിയെ നോക്കി വെച്ചിട്ടുണ്ട്. പാലക്കാടുകാരിയാണ്. പ്രസിഡന്റ് പുള്ളിക്കാരത്തെ ഒന്ന് മീറ്റ് ചെയ്ത്. കിരൺ ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ പ്രസിഡന്റ് സുബിൻ സാറ്. പാലക്കാട്. പാലക്കാട് എവിടെ? കണ്ടകപ്പുറത്ത്. കണ്ടവനപ്പുറത്തല്ല, കണ്ടകപ്പുറത്ത്. കല്യാണം കഴിഞ്ഞാണോ? എനിക്കൊക്കെ അങ്ങനെ തോന്നുന്നു. നിങ്ങൾ ഒട്ടക്കരുത്. പ്രസിഡന്റ് കിരൺ സെലക്ടഡ് ആണ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ. വരൂ എല്ലാവരും ഒന്ന് കൈയടിച്ച് പാസ്സാക്കും. പ്രസിഡന്റ്, നിങ്ങളെല്ലാരും ഇങ്ങനെ ഒരുമാതിരി ഉടക്കി വിടരുത്. ട്രഷററിന്റെ പ്ലേസിൽ നമുക്ക് സുധീർ ശങ്കുണ്ണിയുടെ പേരെല്ലാം വന്നത്. പ്രസിഡന്റ് അത് വെട്ടി മാറ്റിയില്ലേ? സുധീറിന് ഭയങ്കര കലിപ്പാണ്. സുധീർ കുറച്ച് കഴിയുമ്പോ ഇങ്ങോട്ട് വരും. ഇന്ന് എന്താണൊക്കെയോ നടക്കാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞൂടാ. താൻ എവിടേക്കായി നോക്കണേ? താന്റെ പൊട്ട കളിക്കുക. ഞാൻ തന്നെ വിളിച്ചത്. എടോ, കോട്ടും സൂട്ടും ഇട്ട് നിന്നൊന്നും ഞാൻ ശരിയാക്കി തരാം. അടിച്ച് നിന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും. താൻ എന്താ വിചാരിച്ചേ? ഞാൻ തന്നെ കാണിച്ചത്. നോക്കണോ? ഞാൻ പോയി കഴിഞ്ഞ താൻ ഇവിടെ കിടന്നുണ്ടല്ലോ, മൂക്കൊണ്ട് വരയ്ക്കും. അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. സുധീര പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങൾ സഹകരിക്കണം. ദയവ് ചെയ്ത് നമ്മുടെ ട്രഷറർ ആകണം. എല്ലാവരും സുധീറിനെ ഒന്ന് കൈയടിച്ച് പാസ്സാക്കണം നമ്മുടെ ട്രഷററിന്റെ പൊസിഷനിലേക്ക്. എന്തൊരു മനുഷ്യനാ നിങ്ങൾ. അടുത്ത പൊസിഷൻ സെക്രട്ടറിയുടെ പൊസിഷനാണ്. ഏറ്റവും പ്രാധാന്യമുള്ളൂ. ഞാനൊരു അടിപൊളി പെങ്കൊച്ചനെ നോക്കി വെച്ചിട്ടുണ്ട്. നൃത്തത്തിന് നൃത്തം, അഭിനയത്തിന് അഭിനയം, പാട്ടിന് പാട്ട്, മിടുക്കിയായിട്ടുള്ള പെൺകുട്ടിയെ നമുക്കൊന്ന് ഓഡിഷൻ ചെയ്ത് നോക്കിയാലോ? സുധീർ എങ്ങോട്ട് വന്നത്? നമുക്ക് എന്താണ്, മണിച്ചിത്രത്താഴ് ഫിലിമിലെ ഒരു ഡയലോഗ് ഉണ്ട്. തൃശ്ശൂരുകാരി ഒരു പെൺകുട്ടിയാണ്. എല്ലാത്തിനും കുറച്ചൊരു തൃശ്ശൂരിന്റെ സ്ലാങ് വരുമെന്നുള്ളൊരു പ്രശ്നമുള്ളൂ. ലച്ചു ഇതാണ് ലക്ഷ്മി നായർ കേട്ടോ. നമ്മുടെ സെക്രട്ടറി പൊസിഷനിലേക്ക് നോക്കി വെക്കുന്ന പെൺകുട്ടിയാണ്. ലക്ഷ്മി നമ്മുടെ മണിച്ചിത്രത്താഴിലെ ആ ഡയലോഗ് ഒന്ന് ഓഡിഷൻ ചെയ്തു നമ്മുടെ പ്രസിഡന്റ് സാറിനെ ഒന്ന് സെലക്ട് ചെയ്യാനാണ് കേട്ടോ. നിങ്ങൾ നന്നായിട്ട് പറയണം. ലക്ഷ്മിയെ കൊണ്ട് അഭിനയിക്കാൻ ഒരു ചാൻസ് കൊടുക്കണം. അതെന്തിഷ്ടോ? ഞാൻ പറഞ്ഞല്ലേ എനിക്ക് കല്യാണം അവരെടുക്കാൻ പോണെന്ന്. ഞാൻ പോണ്ടേ? ഞാനിന്ന് രാവിലെ പറഞ്ഞിരുന്നാണല്ലോ. പിന്നെ എന്താ ഒരു മനമാറ്റം? അതെന്താ
അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാൽ എന്തിട്ടാണ് എന്തുട്ടാ ഞാൻ കൂടെ പോയാലേ വീടാ മാട്ടെ അപ്പൊ നീ എന്നെ എന്തിനെ പോകണേ ആയോഗ്യമായേ ഇപ്പൊ കൺമുന്നാടി വന്ന് നിപ്പേ ഇന്നേക്ക് ദുർഗാഷ്ടമി ഒന്നേ ഞാൻ കൊന്ന് ഓ രക്തത്തെ കുടിച്ച് ഓങ്കാര നടനം ആടിടുകയും ലക്ഷ്മി റോളിലേക്ക് കയറി എന്തായിരുന്നു കലക്കിയല്ലേ സെലക്ട് ആയോ ലക്ഷ്മി സെലക്റ്റഡ് സെക്രട്ടറി നമ്മുടെ സെക്രട്ടറിയാണ് പ്രസിഡന്റ് അടുത്തതിന് ഇത്തിരി ബുദ്ധിയും വിവരവും ഒക്കെ ഉള്ള ഒരു മനുഷ്യന്റെ റോളാണ് കേട്ടോ. IT ഡയറക്ടറിന്റെ പൊസിഷനാണ്. അല്ലെങ്കിൽ ഇത്തിരി പഠിത്തവും വിവരമൊക്കെ ഉള്ള ആളിനെ വേണം. നമുക്ക് ചുമ്മാ ആരെയും കയറ്റി വെക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നോക്കി നിൽക്കുന്ന ആള് പുള്ളിയുടെ ജോലിയിൽ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി അതൊക്കെ വിട്ടിട്ട് നമ്മുടെ ബോർഡിലേക്ക് വരുമെന്ന് അറിയില്ല. സന്തോഷ് ഇങ്ങനെ വരും. നമുക്കൊരു പൊസിഷൻ ഉണ്ട് കേട്ടോ. IT ഡയറക്ടറിന്റെ പൊസിഷനാണ്. താങ്കൾ വളരെ എന്താ പറയാ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് അറിയാം. നമ്മുടെ ബോർഡിലേക്ക് കയറാൻ താല്പര്യമുണ്ടോ? പ്രസിഡന്റ് ഒന്ന് ചോദിച്ചു നോക്കൂ. നമ്മുടെ ബോർഡിലേക്ക് അദ്ദേഹത്തിന് ചേരാൻ എന്തെങ്കിലും ഒരു താല്പര്യം? നോക്കുന്നവർക്ക് It's an interesting job. But ഞാൻ പറയുന്നു ഇതുപോലൊരു നശിച്ച ജോലി സുഹൃത്തുക്കളെ എന്നിട്ടും ഡെയിലി ഞാൻ ആ ജോലിക്ക് പോകും. രണ്ടേറ്റം കൂട്ടിക്കണ്ടേ മുട്ടിക്കണം സന്തോഷം നമ്മുടെ ബോർഡിൽ അല്ലേ പുള്ളിക്ക് താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇനി 3 പൊസിഷനാണുള്ളത്. ഒന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച്, അതിനുവേണ്ടി നമ്മൾ വിനിത വാസുദേവനെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോർഡിന് ഒരു അഡ്വൈസറെ വേണമല്ലോ, അതിന് നമ്മുടെ സൂര്യ എല്ലിക്കല്ല് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മെന്റർഷിപ്പ് പ്രോഗ്രാമിനായിട്ട് നമ്മൾ എന്താ പറയുക ബിനു വർഗീസിനെയാണ് എല്ലാവരും പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളെല്ലാവരും ഒന്ന് മര്യാദയ്ക്ക് ഈ പ്രസിഡന്റ് ഇങ്ങനെ പുച്ഛം കാണിക്കരുത്. ഇത്രയും നല്ല കാൻഡിഡേറ്റ്സ് വരുമ്പോൾ നമുക്ക് അവരെ ഒന്ന് വിളിക്കാം. വിനിത, എന്താ സൂര്യ, ബിനു എല്ലാവരും വരും. അതെ, ഇതാണ് നമ്മൾ ഇപ്പം വരെയുള്ള നമ്മുടെ ബോർഡ് മെമ്പേഴ്സ് കേട്ടോ. അതെനിക്കറിയാം. എന്താ എല്ലാവർക്കും റോങ് ഷേപ്പില്, എനിക്ക് മാത്രം ഹാർട്ട് ഷേപ്പില്. പിന്നെന്താ അമ്പ്? ഈ ഹാർട്ട് കൊടുക്കുന്ന അമ്പുകളുടെ വില ഇവിടെ വേണം. ഇവൻ ശരിയില്ല. ഇവന്റെ ഉണ്ടാകുന്ന കാണാനറിയാം. എന്റെ ദൈവമേ, അപ്പൊ കുടുംബം കാണാനാണ്. അയ്യോ, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കില്ല. പാവ സുധീർന്ന് ഉണ്ടക്കണ്ണെ നിങ്ങൾ ഇങ്ങനെ നോക്കി കളിയാക്കരുത്. അദ്ദേഹം ഒരു കട്ട്ലറ്റ് തരാൻ വന്നതല്ലേ. നമ്മുടെ ബോർഡിലെ എല്ലാവരും വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് മര്യാദയ്ക്ക് നിന്നേ. നമ്മുടെ പ്രസിഡന്റ് ഒന്ന് നോക്കട്ടെ. സാറേ നോക്ക്, ഇത് വിനിത, പിന്നെ ബിനു, സൂര്യ, നമ്മുടെ സുധീർ, പിന്നെ ഞാൻ സോഷ്യൽ ഇവൻറ്റ്സ് കോർഡിനേറ്റർ, പിന്നെ ലക്ഷ്മി, സന്തോഷ്, കിരൺ, പിന്നെ താങ്കൾ പ്രസിഡന്റായിട്ട് നിൽക്കണം. നമ്മളെ കഴിഞ്ഞ വർഷത്തെ ബോർഡ് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള പരിപാടികളാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് നേരെ നിന്നേ. വാ നമുക്കൊരു ലൈനായിട്ട് ഇങ്ങോട്ട് നിൽക്കാം. വാ, ഒന്ന് നോക്ക്, ഒന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്ത് നിൽക്ക്. പ്രസിഡന്റ് എന്ത് നമ്മളെ കൊണ്ട് നടക്കും? പ്രസിഡന്റിന് എന്ത് തോന്നുന്നു? നമ്മൾ പൊളിക്കുവോ ഈ വർഷം, അതോ പൊളിക്കോ? എന്താണ് പ്രസിഡന്റിന്? ഇത് പൊളിക്കും. Thank you guys.